ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? വളരെ ഈസിയായി, പെർഫെക്റ്റായി, ടേസ്റ്റിയായി, റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് ആദ്യം എടുക്കേണ്ടത് അരിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കുന്ന റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 3 കപ്പ്, ഈ കപ്പിന് മെഷർ ചെയ്തതാണ്. 3 കപ്പാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ അളവ് എന്ന് വെച്ചാൽ അത്ര എടുക്കാം. പിന്നെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ പീസുകളാണ്, നല്ല ബ്രസ്റ്റ് പീസുകളാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിൻ്റെ സ്റ്റോക്കിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അല്പം ഉപ്പിട്ടിട്ട്. ഇനി ക്യാരറ്റ് ഇത് 1.5 കപ്പോളം വരും. പിന്നെ ബീൻസ് 1.5 കപ്പ്, അതുപോലെ ക്യാപ്സിക്കം, ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനിയും കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്, അത് നമുക്ക് പാകം ചെയ്യുമ്പോൾ പറയാം. ആദ്യം കുറച്ച് അധികം വെള്ളം എടുക്കണം. ഒരു പാത്രത്തിലെടുത്ത് തിളപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് ആദ്യം മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഒന്ന് അരിപ്പ വെച്ച് അരിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മിക്സ് ആവണം. നന്നായി തിളച്ചതിന് ശേഷം അരി നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അരി കഴുകുമ്പോൾ ഒട്ടും സ്റ്റാർച്ച് ഇല്ലാതെ നന്നായി വേണം കഴുകിയെടുക്കാനായിട്ട്. എങ്കിലേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ ഓരോന്നായി കിട്ടുകയുള്ളൂ. നന്നായി തിളച്ച് വരുമ്പോൾ അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഈ ചോറ് നന്നായി വെന്ത് പോവരുത്. ഒരുവിധം വെന്ത് വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. വേവ് നോക്കണം, അത് നന്നായി വെന്ത് പോവരുത്. ഒരുവിധം വേവാവുമ്പോൾ നമുക്ക് അതൊരു ഓൾസുള്ള പാത്രത്തിലൂടെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നല്ലോണം ഈ ചോറിൽ നിന്നും വെള്ളമെല്ലാം കളയണം. അതിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നമുക്ക് ആദ്യം ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ക്രഷ് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസസായി വേണം എടുക്കാനായിട്ട്. അല്പം കുരുമുളക് പൊടി നമുക്ക് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ചെറിയ ചെറിയ പീസസായിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു വലിപ്പമുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച്, വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം പീസസ് ആക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ ബീൻസ് ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത് നന്നായി വഴലൊന്നും വേണ്ട, അല്പം വഴന്ന് കിട്ടിയാൽ മതി. അല്പം കുരുമുളകും ഉപ്പും ചേർത്ത് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഉപ്പ് അല്പാൽപമായി ചേർത്താൽ മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ അത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്, അതും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇത് എല്ലാം യോജിച്ച് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം.
ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ക്യൂബ്, മാഗിയുടെ ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്ക് പൊടിച്ച് ചേർക്കാം. ഇതിൽ ഉപ്പ് രസമുള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ആവുന്നത് വരെ വഴറ്റാം. ഇനി അതിലേക്ക് സോയാ സോസ് ഞാൻ അല്പം ചേർക്കുന്നുണ്ട്. ഇത് അധികമാവരുത്, നമ്മുടെ റൈസിൻ്റെ കളർ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് അല്പം ചേർത്താൽ മതിയാകും. അത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അല്പാൽപമായി ഇട്ട് നന്നായി വേണം മിക്സ് ചെയ്യാനായിട്ട്. എല്ലാ ഭാഗത്തും വെജിറ്റബിൾ ആകുന്ന വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. കുറച്ച് സമയം ഇത് നന്നായി മിക്സ് ആക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കാം. എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ നന്നായി യോജിപ്പിച്ചെടുത്ത് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. അതിനുശേഷം തുറന്ന് നന്നായി മിക്സ് ചെയ്യുക. ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ്, നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ടുള്ള. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാം. ഇത് ചൂടോടെ തന്നെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ റെസിപ്പിയുമായി കാണും വരേക്കും ബായ്. താങ്ക് യു.